ലാലേട്ടൻ്റെ ഒപ്പം ഇന്ദ്രൻ സേട്ടൻ, ലാൽ സാർ എല്ലാവരുടെ ഒപ്പം നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയുടെ ഒപ്പം നിൽക്കാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പേടിയാണോ ബഹുമാനാണോ എനിക്കറിയില്ല. ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അനിയത്തി മെന്റൽ പേഷ്യൻ്റ് ആണ്. തിരുവനന്തപുരത്ത് ഊളംപാറ ഹോസ്പിറ്റലിൽ സെല്ലിൽ കിടക്കുന്ന ഒരു രോഗിയാണ് എൻ്റെ അനിയത്തി. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചു. അപ്പം അവളുടെ കാര്യങ്ങളും കൂടെ ഞാനാണ് നോക്കണം. അമ്മയുണ്ട്, ലോട്ടറി വിൽക്കുകയാണ്. അപ്പം അമ്മ ഇപ്പം ഇത്രയും പ്രായമായില്ലേ, അമ്മേനെയും സംരക്ഷിക്കണമല്ലോ. അതുകൊണ്ടാണ് സിനിമയൊന്നും എനിക്ക് സെലക്റ്റീവായി നല്ല കഥാപാത്രങ്ങൾ മാത്രം ചെയ്ഞ്ഞെടുക്കാനൊന്നും പറ്റുന്നില്ലാത്ത. അതാണ് പുലിമടയെ കണ്ടപ്പോ ആ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലുള്ള അഭിനയം. സാറിനെ പോലെ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ പച്ചയായിട്ടുള്ള ഡയലോഗ് ഉണ്ട് എന്നൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് തന്നെ പോയി ചെയ്യാൻ കാരണം ഓപ്പോസിറ്റ് ജോജു ആയ കാരണം മാത്രം. ഇപ്പൊ ചെറിയ കഥാപാത്രമാണെങ്കിൽ കൂടെ മനസ്സുകൊണ്ടും കൂടെ ഞാൻ ആവാറുണ്ട് മറ്റൊരാളായിട്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു 100ഓളം സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. 100 സ്റ്റേജ് ഭയത്തോടു കൂടി കാട്ടിൽ അഭിനയിച്ചത് മുരളി ഗോപിച്ചേട്ടനൊപ്പാണ് ആദ്യത്തെ ഫ്രെയിം. ഇതിനിപ്പോ ഇറങ്ങിയ രേഖാചിത്രം പുലിമടയും കൂടെ ഒരുമിച്ച് നോക്കുമ്പോ ഇതൊരാൾ തന്നെയാണോന്ന് പെട്ടെന്നൊരാൾക്ക് മനസ്സിലാവില്ല. സന്തോഷമായിട്ട് ഫസ്റ്റ് എന്നെ ടേക്കിന് തന്നെ തുടങ്ങിയപ്പോ തന്നെ അവിടെ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച്. എന്നെ സംബന്ധിച്ച് അതാണ് എന്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പെങ്ങളില്ല ആ സമയത്ത് ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പുസ്തകം മേടിക്കാനൊന്നും പൈസയില്ല, അപ്പൊ നീ മറ്റുള്ളവരുടെ പുസ്തകമൊക്കെ ഒന്ന് നോക്ക്, അന്ന് ഞാൻ നിർത്തിക്കോട്ടെ പഠനം. പക്ഷെ അവിടെ വെച്ചിട്ട് മുറിഞ്ഞു. അന്ന് സന്തോഷമായിരുന്നു, പുസ്തകമൊക്കെ ഇങ്ങനെ എറിഞ്ഞളഞ്ഞ് അങ്ങ് അഭിനയിക്കാൻ പോവാന്നുള്ളൊരു ത്രില്ലായിരുന്നു. ഇപ്പോഴതിന്റെ വേദന നന്നായിട്ടുണ്ട് നമുക്ക്. കല്യാണം കഴിച്ചിട്ട് എങ്ങനെയായിരുന്നു ജീവിതമൊക്കെ? ഊട്ടിയിലൊക്കെ പോയി ഉർവശിയും മോഹൻലാലിനെയും പോലെയൊക്കെ പോയോ? തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. നല്ലൊരു സിനിമയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുപോലെ നല്ലൊരു സിനിമ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അമ്പിളി ഔസേപ്പാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് അമ്പിളി. നമസ്കാരം. ഈ മലയാള സിനിമയിൽ നിങ്ങൾ 12 വർഷമായെന്ന് പറയുമ്പോഴാണ് അത്രയും വർഷമായോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണേ. ഇപ്പോൾ ഒരു 120ഓളം സിനിമ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഫേസ് രജിസ്റ്റർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കുറച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. ഒരുപാട് വർഷം ചെയ്തു അങ്ങനെ? എനിക്കൊരു 2-3 സിനിമ മാത്രമേ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നുള്ളൂ. പിന്നെ എല്ലാം 1-2 ഫ്രെയിമിൽ വരുന്നതാണെങ്കിലും കഥാപാത്രങ്ങളായിട്ടാണ് ചെയ്യാൻ പറ്റിയത്. അതൊരു ഭാഗ്യമാണ്. ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. പുഴുവില് മമ്മൂക്കയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കഥാപാത്രം തന്നെ ഭയങ്കര വിധേയത്വമുള്ള കഥാപാത്രമാണ്. 2 പേരും അതെ അവിടുത്തെ പണിക്കാരാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് ചെയ്തു എന്നാണ് നമുക്ക് തോന്നി. കാരണം നമുക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങളത് ഫീൽ ചെയ്യിപ്പിക്കണമല്ലോ. അതെങ്ങനെയായിരുന്നു? ഷൂട്ടൊക്കെ എങ്ങനെയായിരുന്നു? അതെ, സിംഗ് സൗണ്ട് ആയ കാരണം ശരിക്കും ഞാൻ അനുഭവിച്ചിരുന്ന ആ സമയത്ത് പ്രഷറും കൂടെ അതിൽ. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒപ്പം നമുക്ക് അഭിനയിക്കാൻ ഏറ്റവും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അഭിനയിക്കാൻ കൊതിയുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടേക്കിൽ എൻ്റെ കൊതി തന്നെ മാറി. കാരണം ഞാൻ നല്ല ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ സിംഗ് സൗണ്ട് ആയിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രഷറൊക്കെ ശരിക്കും ആ സൗണ്ടിൽ തന്നെ അറിയാം. പിന്നെ എന്നെ സംബന്ധിച്ച് അത് ഭാഗ്യമായി. കാരണം ഡയലോഗും അങ്ങനെ പേടിച്ച് പറയുന്ന ഒരു സംഭവമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീടുള്ള 2-3 സിനിമകളിൽ ചെയ്തെങ്കിലും മമ്മൂക്കയുടെ ഒപ്പം കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കാതലിലും ഉണ്ടായിരുന്നു, കോമ്പിനേഷൻ ഇല്ല. രക്ഷപ്പെട്ടെന്നല്ല, ഇനിയും ഒരുപാട് അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരുവിധമൊക്കെ ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം, ഇന്ദ്രൻ സേട്ടൻ, ലാൽ സാർ എല്ലാവരുടെ ഒപ്പം നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയുടെ ഒപ്പം നിൽക്കാൻ കുറച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പേടിയാണോ ബഹുമാനാണോ എനിക്കറിയില്ല. ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഈ ക്യാരക്ടറിന് ഗുണം ചെയ്തു അല്ലേ? അതെ. പുലിമടയെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലുള്ള അഭിനയം. കാരണം അങ്ങനെ ചില ക്യാരക്ടേഴ്സ് അധിക പേര് ചെയ്യാറുമില്ല. ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊരു അഭിനയത്തിന്റെ ഒരു സംഗതിയെ കാണും. പക്ഷെ ഇത് റിയൽ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ലേ? അത് തോന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ മിടുക്കാണ്. അതെങ്ങനെയായിരുന്നു ജോജു ആയിട്ടുള്ള? അങ്ങനെ ഒരു കഥാപാത്രത്തിന് വിളിച്ചു. അപ്പൊ ഒരു മടി ഉണ്ടായിരുന്നു അങ്ങനെയുള്ളത് എടുക്കണോ വേണ്ടയോ. പക്ഷെ ഓപ്പോസിറ്റ് ജോജു ആണ്. പിന്നെ ഇതുപോലെ പച്ചയായിട്ടുള്ള ഡയലോഗ് ഉണ്ട് എന്നൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് തന്നെ പോയി ചെയ്യാൻ കാരണം ഓപ്പോസിറ്റ് ജോജു ആയ കാരണം മാത്രം. പക്ഷെ അത് ഈ ഒരു രീതിയിലേക്ക് ആ ഒരു സീൻ മാത്രം ഭയങ്കര ഡയലോഗ് ഇങ്ങനെ ആയ കാരണം ഭയങ്കരമായിട്ട് ആ റീല് ഭയങ്കര വൈറലായിരുന്നു. ആ സമയത്ത് പറഞ്ഞു തന്നതും ആ മൊത്തം ഡയലോഗ് മാറ്റി വേറെ രീതിയിലേക്ക് ആക്കിയൊക്കെ ആ സമയത്ത് ചെയ്തു. കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ടേക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ അവര് പറഞ്ഞു തന്ന പോലെ ചെയ്തു, അത്രേ ഉള്ളൂ. ജോജുവിന്റെ അഭിനയം
നമ്മൾ സിനിമയിൽ കാണുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. കാരണം ആ മനുഷ്യൻ അത്രയും ആത്മാർത്ഥമായിട്ട് അഭിനയിക്കുന്നതാണ്. എനിക്ക് ആ സിനിമയിലും അയാളുടെ അഭിനയം ഭയങ്കര രസമായിട്ടായിരുന്നു. അത് ആ സീനിൽ പ്രത്യേകിച്ച് നിങ്ങളോട് വന്ന് ചോദിക്കുന്നത്, അയ്യോ അയാൾ എന്തൊരു പാവമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ പലതരത്തിൽ നമ്മൾ ആ ക്യാരക്ടറിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. പക്ഷെ ആ സീനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് പാവമായിട്ടാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കില്ലേ, അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇന്നസെൻസ് ഉണ്ട്. അത് സിനിമ ചെയ്യുന്ന സമയത്ത് അമ്പിളിക്ക് അങ്ങനെയായിരുന്നോ ഫീൽ ചെയ്തത്, അതേ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴാണോ? ഇല്ല, എനിക്ക് മറ്റുള്ള കാര്യം അതിന്റെ ബാക്കി സ്റ്റോറി ഒന്നും അറിയില്ല. ആ ഒരു സിറ്റുവേഷൻ മാത്രമേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അറിയില്ല, കൂടുതൽ ആ സമയത്ത് അറിയില്ല. പക്ഷെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും ഇത്രയൊക്കെ. പിന്നെ അതുപോലൊരു സിറ്റുവേഷനിൽ ജോജോ ബൈക്ക് എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതുവരെ എനിക്കറിയില്ല. വീടിന്റെ മുമ്പിൽ ചവിട്ടിയപ്പോഴാണ് ഈശ്വര അടുത്ത സീൻ അങ്ങനെ. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ളൊരു സീനിലാണ് ആ സീൻ വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ വരുന്നതെന്ന് പോലും എനിക്കറിയില്ല. അത് രസമുള്ള ഒരു പരിപാടിയാണ്. തിയേറ്ററിൽ അത് അങ്ങനെ എക്സൈറ്റ്മെന്റോട് കൂടി കാണാൻ പറ്റും. ഈ കാറ്റിലും ഇതേ തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ സ്റ്റോറി അനന്തപത്മനാഭനാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ അരുൺകുമാർ അരവിന്ദിന്റെ സിനിമ കാറ്റ്. കാറ്റിലാണ് ആദ്യം വരുന്നത് അല്ലേ? അതെങ്ങനെയായിരുന്നു കാറ്റിലേക്ക് എത്തുന്നത്? കാറ്റിലേക്ക് ഞാൻ തുടക്കം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് 3 പടം ചെയ്തു. അതിനുശേഷം പ്രൊഡക്ഷനിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഒറ്റ ഫ്രെയിമാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രെയിമിൽ മുരളി ഗോപിയുടെ ഒപ്പമുള്ള കോമ്പിനേഷനാണ്. എങ്ങനെയൊക്കെ അറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒന്നും സിനിമയെ പറ്റി അറിയാതെ നമ്മളൊരു നാട്ടിൻപുറത്തുനിന്ന് ചെന്ന് അവർ പറയുമ്പോൾ എവിടെ നോക്കണം എന്ന് പോലും അറിയില്ല. ക്യാമറ എവിടെയാണ് നമുക്കൊന്നും അറിയില്ലാതെ എന്റെ ഫസ്റ്റ് ഫ്രെയിമാണ് മുരളി ഗോപി. ഒരെണ്ണൊക്കെ ഉള്ളൂ അഭിനയിച്ചതിൽ. നാടകം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതില് ഒരു 100ഓളം സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. 100 സ്റ്റേജ് അത് ക്യാമറ അഭിനയം വേറെയാണല്ലോ സിനിമ. അത് നമുക്ക് അറിയില്ലായിരുന്നു. മുരളി ഗോപി ചേട്ടൻ്റെ ഒപ്പാണ് ആദ്യത്തെ ഫ്രെയിം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞുതരാനുണ്ടായിരുന്നില്ല. അങ്ങനൊരു സ്ത്രീയാണ് എന്ന് മാത്രം പറഞ്ഞു. അതിന്റെ എക്സ്പ്രഷൻ കൊടുത്തു. അത്രേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. ആദ്യത്തെ സിനിമ തന്നെ അങ്ങനെ ഒരു സ്ത്രീയുടെ കഥാപാത്രം ആയപ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ തന്നെ പോവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. എല്ലാ സിനിമയിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ ഒരു സെക്സ് വർക്കറെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവും. സിനിമകളിൽ നിന്ന് നമുക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതാണോ ശരിക്കും ഉപയോഗിച്ചത്? അത് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അരുണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിന് മാത്രമുള്ള ഒരു ഡെപ്ത് കഥാപാത്രത്തിനില്ല. അപ്പൊ അവരതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അപ്പൊ എന്റേതായിട്ടുള്ള ഇത് മാത്രമേ അതില് ഉള്ളൂ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു അതുവരെ സെറ്റിലൊക്കെ ഭയങ്കര പാവമായിട്ടിരിക്കും, പക്ഷെ ക്യാരക്ടർ ആവും പറയുമ്പോൾ ആവും എന്ന് പറയില്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശരിക്കും? അത് എന്റെ ഒരു കഴിവല്ലത്, സംഭവിച്ചു പോണതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ജീവിക്കാനായാലും അത് മാത്രമേ ഉള്ളൂ. അപ്പം ആ കഥാപാത്രം ആവുക, അത് മനസ്സുകൊണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മേക്കപ്പും കോസ്റ്റ്യൂമും ഇട്ടുമ്പോൾ മാത്രമല്ല, ഇപ്പൊ ചെറിയ കഥാപാത്രമാണെങ്കിലും കൂടെ മനസ്സുകൊണ്ടും കൂടെ ഞാൻ ആവാറുണ്ട് മറ്റൊരാളായിട്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പൊളിയാക്കും അല്ലേ? അങ്ങനെയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇത്രയും പടങ്ങള് എന്നെ പോലെ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയത്. നമുക്കിപ്പോ ഒന്ന് കഴിഞ്ഞ് അടുത്തത് പെട്ടെന്ന് വരുന്നതും എല്ലാം നമ്മൾ ടേക്ക് അധികം പോകാതെയും നമ്മൾ മൊത്തം ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ഒക്കെ തരുന്ന കഥാപാത്രങ്ങൾ എല്ലാം ശരി റെഡിയാക്കുന്നോണ്ടാണല്ലോ. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെങ്ങളിലാണ് ശരിക്കും അതും ടി വി ചന്ദ്രൻ സാറിന്റെ പടത്തില് ലീഡ് റോള് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം. നമ്മളൊക്കെ സാറിന്റെ സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളതാ. അപ്പോ ചന്ദ്രൻ സാറിന്റെ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എന്തായിരുന്നു ഫീല്? ചന്ദ്രൻ സാറിന്റെ പടത്തിലേക്ക് ആ ഒരു കഥാപാത്രം എനിക്ക് കിട്ടുന്നുള്ള ഒരു ഉറപ്പും എനിക്കുണ്ടായിരുന്നില്ല. അതേ സെയിം അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, മാതളം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലൊരു 30 വയസ്സും ഒരു 55 വയസ്സുമാണ്, 2 ഏജ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലെനിക്ക് മികച്ച നടിക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് സാറ് അങ്ങനെ വിളിപ്പിച്ചതാണ്. വിളിപ്പിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ഒരു സിനിമയുടെ ഓർമ്മ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഒരു നൈറ്റ് സീനിൽ ഇങ്ങനെ കാട്ടിലേക്ക് ഓടിപ്പോകുന്ന ഒരു ടേക്കിൽ എൻ്റെ കാലിൽ കുപ്പിച്ചില് കയറി.
വയ്യാത്ത കാലം കൊണ്ടാണ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഞൊണ്ടി ചെന്നു. ആദ്യമായിട്ട് ഇത്രയും വലിയ ഡയറക്ടറെ കാണാൻ വേണ്ടി ചെല്ലുക. അപ്പം ഞാൻ വിചാരിച്ചു മൊത്തം പോയി, നടക്കാനും പറ്റുന്നില്ല. ഭയങ്കര ആഗ്രഹമുണ്ട്, ലാൽ സാറിന്റെ വൈഫായിട്ടാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് പിന്നെ കോൺഫിഡൻ്റ് ആണ് എന്ത് തന്നാലും ചെയ്ത് കാണിക്കാൻ പറ്റും എന്നുള്ള. അങ്ങനെ തൊടുപുഴയിലെ സാറിനെ കാണാൻ ചെന്നു. സാറ് പറഞ്ഞു ഈ ഒരു വേഷം പറ്റില്ല, ഞാനെന്തോ മിഡിയോ എന്തോ ആണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സാരി ഉടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ലഗേജിൽ സാരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഒരു പഴയ സാരി ഉള്ളൂ. ഇതിൽ പിന്നെ ഭയങ്കര കഥാപാത്രമാണ്, ഉള്ളത് തന്നെ ഉടുത്തിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ സാരി ഉടുത്ത് വന്ന് കണ്ടപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. ടി വി ചന്ദ്രൻ സാറിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല, അതുകൊണ്ട് ചോദിക്കാം, കണ്ടിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു ഇത് എന്ന് വെച്ചാൽ ലെജൻഡറി ഡയറക്ടേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പേടിയുണ്ടാവും, പക്ഷെ അവരുടെ ഒരു ബിഹേവിയർ ഒക്കെ ചിലപ്പോൾ നമ്മളെ കോൺഫിഡൻസ് കൂട്ടും. എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു സെറ്റിലെ ഒരു ബിഹേവിയർ ഒക്കെ? സാറ് തുടക്കം എന്നെ ആ ഒരു മേക്കപ്പിലൊക്കെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചു. ഞാൻ കൂളായി. നമുക്ക് അതാണല്ലോ ഒരു ഡയറക്ടറുമായിട്ടുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീ ആവും. അങ്ങനെ സന്തോഷമായിട്ട് ഫസ്റ്റ് എന്നെ ടേക്കിന് എന്നെ ക്യാമറയുടെ മുമ്പിലേക്ക് ചെന്ന് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ചീത്ത വിളിച്ച്, ഉറക്കെ ചീത്ത വിളിച്ച്. അതോടെ മൊത്തം പോയി എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് മൊത്തം ശരിക്കും ഇങ്ങനെ ഒരു പാറ പോലെ നിൽക്കുക, ശരീരം ബോഡി ലാംഗ്വേജേ ഇല്ല എനിക്ക്. സാറ് ആ പറഞ്ഞാലും മൊത്തം എൻ്റെ പോയി. രാത്രി സാറ് ഇവരെ തന്നെ വെച്ച് ചെയ്യണോ എന്ന് ആലോചിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അത്ര എനിക്ക് പറ്റുന്നില്ല. സാറിൻ്റെ നിന്ന് ഒരൊറ്റ ചീത്ത കേട്ടതാ. പിന്നെ ഒരു 10-15 ദിവസത്തോളം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനൊക്കെ സാറ് പിന്നെ മനസ്സിലായി, സാറ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടാലും അപ്പം തന്നെ അതേപോലെ മഞ്ഞു പോലെ കൂളാവും സാറ്. ചില ടേക്കുകൾ കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും നമ്മളെ സന്തോഷിപ്പിക്കും, ചീത്ത പറയും. നമ്മളെ വീട്ടിലെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയേ, അച്ഛനെ പോലെ അതുപോലെയാ, നല്ലൊരു വാത്സല്യവും. അന്ന് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്നൊക്കെ ഈ അഭിനയം പഠിക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് നല്ല പ്രോസസ്സാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ പറയുമോ? ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതേ നമ്മളെ ചെയ്യിപ്പിച്ചിട്ടാണോ റെഡിയാക്കുന്നത്? സജഷൻസ് എന്തൊക്കെയാ തരിക? ഇല്ല, ഞാൻ ചെയ്തതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, ഇതുപോലെ അല്ലാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ആകെ ഡയലോഗ് മറക്കുന്ന ഒരു ടെൻഷൻ, അത് നമ്മുടെ ഓവർ ടെൻഷൻ കൊണ്ടായിരിക്കും. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നും ഇങ്ങനെ വന്ന് അങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തന്നിട്ടില്ല. ഇത് മാത്രമായിരുന്നു ഒരു ടേക്കിന് പെട്ടെന്ന് മറക്കുന്ന ഒരു പ്രശ്നം കൊണ്ട് ചിലപ്പോൾ 1-2 ടേക്ക് കൂടെ പോകുന്ന വേറെ ഒരു അത് ഓർക്കുമ്പോൾ അത്രയും വലിയൊരു മഹാഭാഗ്യം എന്നെ സംബന്ധിച്ച്. അതാണ് എൻ്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പെങ്ങളില ലീഡർ റോൾ ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. +2 കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നാടകത്തിലേക്ക് വരേണ്ടി വന്നു എന്നാണ് ഞാൻ വായിച്ചതെന്ന് തോന്നുന്നു. ശരിക്കും അങ്ങനെ അതാണോ? അച്ഛനും അമ്മയും കൂലിപ്പണിയാ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ മൂത്തതാണ്, പിന്നെ താഴെ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ കൊണ്ട് വന്നതാണ്. പിന്നെ അച്ഛൻ നാടക എഴുത്തുകാരനാണ്. പക്ഷെ ഈ ഒരു സാഹചര്യം കൊണ്ട് അച്ഛൻ പണിക്കൊക്കെ പോയിരുന്നു. നല്ല കഴിവുള്ളൊരു കലാകാരനായിരുന്നു. അപ്പം അച്ഛനില്ല. അപ്പം എനിക്ക് വേണ്ടി കഥാപ്രസംഗം ഒക്കെ എഴുതി നമ്മളത് പുറത്തുപോയി പെർഫോം ചെയ്ത് അവിടെയൊക്കെ ജില്ലാ തലത്തിലൊക്കെ പ്രൈസ് മേടിച്ചു. അച്ഛൻ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. +2 പോയിട്ട് പിന്നെ പഠിക്കാൻ പറ്റില്ല. അപ്പം അച്ഛനും അമ്മയും ആ സമയത്തെ ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പുസ്തകം മേടിക്കാനൊന്നും പൈസ ഇല്ല, അപ്പം നീ മറ്റുള്ളവരുടെ പുസ്തകമൊക്കെ ഒന്ന് നോക്ക്. അന്ന് ഞാൻ നിർത്തിക്കോട്ടെ. അപ്പോഴത്തെ എനിക്ക് ആകെ ഇഷ്ടം ഡാൻസ് ചെയ്യുക. സ്കൂളിൽ പോകുന്നൊന്നും അത്ര ആ സമയത്ത് ഇത് പറഞ്ഞു തരാനും ആരുമില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനും ആരുമില്ല. ഇവര് ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഓരോ ദിവസം എങ്ങനെ കഴിയണമെന്നും ആലോചിച്ചിട്ട് നിൽക്കണ എൻ്റെ അച്ഛനും അമ്മമാരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നാൽ പഠനം നിർത്താമെന്നാണ് അന്നത്തെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയത്. നിർത്താം അങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ അടുത്തൊരു നാടകം ഒരു ക്ലബ്ബുകാർ ചെയ്തു. അപ്പം അതിൽ നായികയായിട്ട് ഞാൻ ഈ കഥാപ്രസംഗമൊക്കെ ചെയ്യണമായിരുന്നു. അവർ വിളിച്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ആ നാടകം നായികയായിട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് നാടകങ്ങൾ കിട്ടിത്തുടങ്ങി. അപ്പം പിന്നെ പഠനം ഞാൻ ഉപേക്ഷിച്ചു, നാടകത്തിലേക്ക് പോയി. അച്ഛനും അമ്മയ്ക്കും അത് ചെറിയൊരു വരുമാനം, പക്ഷെ അന്ന് അവരെക്കാളും കൂടുതൽ വരുമാനം അതിൽ നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ പഠനം പക്ഷെ അവിടെ വെച്ചിട്ട് മുറിഞ്ഞു. അന്ന് സന്തോഷമായിരുന്നു, പുസ്തകമൊക്കെ ഇങ്ങനെ എറിഞ്ഞളഞ്ഞ് അങ്ങ് അഭിനയിക്കാൻ പോവാന്നുള്ളൊരു ത്രില്ലായിരുന്നു. ഇപ്പോഴതിന്റെ വേദന നന്നായിട്ടുണ്ട് നമുക്ക്.
മനസ്സിലാക്കി. മറ്റുള്ളവരുമായിട്ട് അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം കുറവിന്റെ ഇപ്പൊ നമ്മൾ ഫീൽ ചെയ്യുമല്ലോ. എനിക്ക് തോന്നുന്നു 18 വയസ്സിൽ തന്നെ കല്യാണം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കണേ. പെട്ടെന്ന് അങ്ങനെ കല്യാണം കഴിച്ചു പോകേണ്ട സിറ്റുവേഷൻ വീടിന്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തതാണോ, അതേ കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരുന്നോ? കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അന്നൊന്നും അതിനെപ്പറ്റി അത്ര, ഞാനാണെങ്കിൽ സിനിമയൊക്കെ കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് മോഹൻലാലും ഉർവശിയും ഊട്ടിയിൽ നടക്കുന്നതും അതൊക്കെയാണ് എന്റെ മൈൻഡിൽ. നമ്മളെന്നും അച്ഛനെല്ലാ സിനിമയും കൊണ്ടേ കാണിക്കും. എത്ര പട്ടിണിയായാലും അഭിലാഷ് എന്ന് പറഞ്ഞ തിയേറ്റർ തൊട്ടടുത്തുണ്ട്. അവര് ജോലി കഴിഞ്ഞ് പകൽ അന്ത്യോളം ഈ പാറമടയില് കരിങ്കല്ല് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് ഷോയ്ക്ക് ഉറപ്പായിട്ടും കൊണ്ടുപോകും. അച്ഛന് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാ പടങ്ങളും കണ്ടാണ് ഇതില് ഭയങ്കരമായിട്ട് ആ ഒരു ആകർഷണം തോന്നി. അങ്ങനെയാണ് നമ്മളായാലും ഇതിലേക്കൊക്കെ എത്തണത്. ആ സിനിമയിലെ പോലെ ആയിരിക്കും ജീവിതം. അങ്ങനെ വിചാരിച്ചു. കല്യാണത്തിന്. അതെ അതെ. എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് എങ്ങനെയായിരുന്നു ജീവിതമൊക്കെ? ഊട്ടിയിലൊക്കെ പോയി ഉർവശിയും മോഹൻലാലിനെയും പോലെയൊക്കെ പോയോ? തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. പിന്നെ എങ്ങനെയാ ഫിലിമിലേക്ക് കറക്റ്റ്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്? ഈ നാടകം തുടരുന്നുണ്ടായിരുന്നോ കല്യാണത്തിന് ശേഷം? ഇല്ല. അവരുടെ ഫാമിലി കുറച്ചും കൂടെ ഒതുങ്ങിക്കൂടിയ ഒരു ടൈപ്പ് ആളുകളാണ്. അപ്പോൾ അവർക്ക് പുറത്തു പോകുന്ന പോലും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു കുറച്ച് എന്താ പറയുക യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ തന്നെ, അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞാൽ തന്നെ അവർ എന്തായാലും സമ്മതിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പല പല ജോലികൾ ചെയ്തിട്ടുണ്ട്. വീടുകളിൽ കൂടെ പലതും കൊണ്ടു നടന്ന് വിറ്റിട്ടുണ്ട്. സോപ്പ് പൊടി, പലതരം വിത്തുകള്, മോപ്പ്, തുണികള്, വെയിൽ കൊണ്ടൊക്കെ കുറെ നടന്ന്. പക്ഷെ ഉള്ളിലെ ആഗ്രഹം അഭിനയിക്കണം എന്നാണ്. പക്ഷെ ഒരു വഴികളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പടം നടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ എന്നെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ഒരാളായിരുന്നു. നമ്പർ ആളുടെ കിട്ടി. ആളാണ് തുടങ്ങിയത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ വിളിച്ചത്. ആദ്യം ഒരു സിനിമ, ഒരു ലൊക്കേഷനൊക്കെ കാണുന്നത് രാമലീല എന്ന് പറഞ്ഞ സിനിമയാണ്. അങ്ങനെ 1-2 സിനിമ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞേ, അമ്പിളിക്ക് ഒരു മാസം ഇത്ര വരുമാനമാണ്, അത് നമുക്ക് 2 ദിവസം 4 ദിവസം വർക്ക് ചെയ്താൽ അവിടെ നിന്ന് കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പോയതാണ് സിനിമയിലേക്ക്. എന്നെ സംബന്ധിച്ചത് വരുമാനം, ഇഷ്ടമുള്ള ഒരു ജോലിയും അറിയാവുന്ന ഒരു ജോലിയും എല്ലാമാണ്. പിന്നെ മനസ്സിലായത് ഈ സിനിമ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്യണമായിരുന്നു. നല്ല കഥാപാത്രങ്ങൾ തന്നെ വരുമ്പോൾ എടുക്കണം, വരുന്നതെല്ലാം എടുക്കരുത്. അതൊന്നും എന്നെ സംബന്ധിച്ചിട്ട് നടക്കണ കാര്യമല്ല. ഞാൻ വരുന്നതെല്ലാം ഓക്കെ പറഞ്ഞു. വെറുതെ നിൽക്കുന്നതാണെങ്കിലും പോയി ചെയ്തു. അതൊക്കെ പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവണേ. അപ്പം നമ്മൾ അഭിനയിക്കുമെന്ന് പോലും അറിയില്ല ഇൻഡസ്ട്രിയിലുള്ളവർക്ക്. ചെയ്യുമോ, ഒരു കഥാപാത്രം കൊടുത്താൽ ചെയ്യുമോ എന്ന് പോലും അറിയില്ല. അത് ഒരു ഫ്രെയിമിൽ വെറുതെ ചായ കൊണ്ട് കൊടുക്കുന്ന സംഭവമായാലും ഞാൻ പോയി ചെയ്തു. അതൊരു തെറ്റായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴത് മനസ്സിലായി. പക്ഷെ മനസ്സിലാക്കിയാലും വേറെ വരുമാന മാർഗങ്ങളില്ലല്ലോ. സിനിമ വരുമ്പോൾ അത് പോയി ചെയ്യുന്നു. ചെറുതാണോ വലുതാണോ എന്താണ് എത്രയുണ്ടെന്നുള്ളതൊന്നും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ 2 ഫാമിലിയുടെ ജീവിതവും എൻ്റെ കയ്യിലാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സിനിമ നടിയാണ്. എൻ്റെ കുട്ടികളെ, ഞാൻ താമസിക്കുന്ന വീടുണ്ടല്ലോ, അതല്ലാണ്ട് എൻ്റെ അമ്മയും അനിയത്തിയുള്ള ഒരു വീടുണ്ട്. അനിയത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അനിയത്തി മെന്റൽ പേഷ്യന്റ് ആണ്. അവളിപ്പം തിരുവനന്തപുരത്ത് ഊളംപാറ ഹോസ്പിറ്റലിൽ അവിടെ സെല്ലിൽ കിടക്കുന്ന ഒരു രോഗിയാണ് എൻ്റെ അനിയത്തി. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചു. അപ്പം അവളുടെ കാര്യങ്ങളും കൂടെ ഞാനാ നോക്കണം. അമ്മയുണ്ട്. അമ്മ ലോട്ടറി വിൽക്കുകയാണ്. അപ്പം അമ്മ ഇപ്പം ഇത്രയും പ്രായമായില്ലേ, അമ്മേനെയും സംരക്ഷിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയൊന്നും എനിക്ക് സെലക്റ്റീവായി നല്ല കഥാപാത്രങ്ങൾ മാത്രം ചെയ്ഞ്ഞെടുക്കാനൊന്നും പറ്റുന്നില്ലാത്ത അതാണ്. പിന്നെ ഈ വിദ്യാഭ്യാസവും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്ത് ചെയ്യാനാ? പിന്നെ ആദ്യത്തെ പോലെ ഷോപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെല്ലണം. പിന്നെ ആ ഒരു വരുമാനം എങ്ങനെ പോയാലും ഒരു മാസം അതിലും കൂടുതൽ എന്തായാലും വർക്ക് വരും. ഇതുവരെ വന്നിട്ടുണ്ട്. ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്ന ആയില് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാണ്. ഞാൻ കണ്ടില്ല, സിനിമ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കണേ. എങ്ങനെ ഒപ്പീനിയൻസ് എങ്ങനെ വരുന്നു? നല്ലൊരു കഥാപാത്രം. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കുറേ സീനുകളിൽ വരണമെന്നില്ല. ഈ ഒരു കഥാപാത്രം പെർഫോം ചെയ്യാനുണ്ടെന്നുള്ളതാണ്.
പിന്നെ ഒരു പ്രത്യേക സിനിമ, നല്ലൊരു സിനിമയാണ്. പിന്നെ എല്ലാ തരത്തിലും അത്യാവശ്യം അഭിനയിക്കാനുള്ളൊരു കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. ഒരു തൊഴിലുറപ്പുകാരിയുടെ കഥാപാത്രമാണ്, പക്ഷെ അതില് നല്ല നല്ല പെർഫോം ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിനിമയ്ക്കും പ്രത്യേകതയുണ്ട്. നല്ലൊരു സിനിമയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുപോലെ നല്ലൊരു സിനിമ തോമസ് സെബാസ്റ്റ്യൻ സാർ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അമ്പിളി കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ട്, എന്തായാലും അത് കാണണം അമ്പിളി പറയുന്നത് കൊണ്ട് തന്നെ. ശരിക്കും അടുത്ത സിനിമകൾ ഏതൊക്കെ വരാനുള്ളത്? ഇപ്പൊ അനൂപ് മേനോന്റെ ചിരം എന്ന് പറഞ്ഞൊരു സിനിമ ലാസ്റ്റ് ഇപ്പൊ ചെയ്തത്. ആ സിനിമ അതിന്റെ ഡബിങ് കഴിഞ്ഞു, ബാക്കിയുള്ള പണിത്തിരക്കുകളിലാണ്. ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ലെങ്കിലും ക്യാരക്ടേഴ്സ് കൈ കിട്ടുമ്പോൾ അതിനെ പറ്റിയിട്ട് അമ്പിളി ഒരുപാട് ചിന്തിക്കാറുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അത്രയൊന്നും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ കുറേ കൂടുതൽ ചിന്തിക്കുമോ? എങ്ങനെയാണ് സെറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്? അതേ ഇവർ പറയുന്നത് കമാൻഡ് ചെയ്യുന്നത് അതേപോലെ ചെയ്യൽ മാത്രമേ ഉള്ളൂ? ഞാൻ ചെയ്യുമ്പോൾ ആരും വന്ന് തിരുത്തിയിട്ടില്ല ഇന്ന് വരെ. അല്ലെങ്കിൽ അതിനു മുമ്പ് അങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു കഥാപാത്രം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഓൾറെഡി അവളുടെ വിശദീകരണം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വന്നിട്ട് എന്നെ കൊണ്ട് ഇതുവരെ മാറ്റി ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ചിന്തിക്കാറൊന്നുമില്ല. ഞാനത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പേര് മറ്റൊരു പേരിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരാളെ ഉള്ളിലേക്ക് ആവാഹിക്കാന്നോ അങ്ങനെ ഒരാളാവാൻ ശ്രമിക്കാറുണ്ട്. എന്നെ മാറ്റി നിർത്തി അങ്ങനെ ആവാൻ തോന്നിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലോ ഇത്തരത്തിലുള്ള ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ സിനിമയിൽ വലിയ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന സ്പേസ് ഒന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഒക്കെ അമ്പിളി എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? എന്നെ ബാധിക്കുന്നൊന്നുമില്ല. അത് ഇപ്പോഴും ഉണ്ട്. സിനിമ ഇപ്പൊ എല്ലാവർക്കും ഒരു ചെയർ കിട്ടാന്ന് പറയും, ഇരിക്കാൻ ഒരു ചെയർ കിട്ടാന്ന് പറയുന്നതാണല്ലോ ഏറ്റവും. അപ്പം നിൽക്കേണ്ടി വരും. ഞാനിപ്പോഴും ഇത്രയും ചെയ്തിട്ടും ഞാനിപ്പോഴും ആദ്യത്തെ സിനിമയാണോന്ന് ഇപ്പൊ കഴിഞ്ഞ സിനിമ പോലും ചെയ്യുമ്പോൾ അതിലെ മെമ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടാ, ആദ്യത്തെ സിനിമയാണോ, അമ്പിളിയുടെ ആദ്യത്തെ സിനിമയാണോന്ന്. ഞാൻ അങ്ങനെയാണ് എവിടെ ചെന്നാലും. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ചെയ്തു, ഞാൻ 120 സിനിമ ചെയ്താന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ, അത് ചിലപ്പോ എൻ്റെ ഒരു കോംപ്ലക്സ് ആയിരിക്കാം. എനിക്കതിന് പറ്റണില്ല. ഞാൻ അവര് തരുമ്പോൾ ഇരിക്കും. നമ്മളത് എപ്പോഴും എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ സെറ്റിൽ എന്നോട് സംസാരിക്കണം അഭിനയിച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ നമുക്ക് ഒരു വാല്യൂം കിട്ടിയിട്ടില്ല. അഭിനയിച്ച് കഴിയുമ്പോൾ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അതെന്നെ സംബന്ധിച്ചിട്ട് സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഒരു പരിഗണന ചിലപ്പോൾ ചായ കിട്ടിയെന്ന് വരില്ല. അത് പലതും, അത് സിനിമയുടെ ഒരു ഇത് നമുക്കൊരാൾക്കായിട്ട് മാറ്റാനോ മറിക്കാനോ ഒന്നും പറ്റില്ല. അവരും പല പല കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ഇനി അങ്ങനെ ഒരു ചെയർ ഉണ്ടാവണ സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതെ, ഞാൻ അഭിനയിക്കും. അഭിനയം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈശ്വരൻ എന്നെ 12 വർഷമായിട്ട് ഇതിന് മാത്രം അന്നം ഞാൻ കഴിക്കുന്നു. വേറെ ഒരു വരുമാനം എനിക്കില്ല. ഒരു 10 രൂപയുടെ വരുമാനം എനിക്ക് വേറെ ഇല്ല. ഇപ്പൊ ചെയ്യുന്ന സീരിയൽ ഏതാ? സീരിയൽ മഴവിൽ മനോരമയുടെ ഗായത്രി ദേവി. ഗായത്രി ദേവി നല്ലൊരു കഥാപാത്രമാണ്. ഇപ്പൊ സീരിയൽ, ഇപ്പൊ സിനിമ ഇതിനിടയില് ഹേമ കമ്മിറ്റി പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം സിനിമ കുറച്ച് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു 6 മാസമായിരുന്നു എനിക്കൊരു പടം ഞാൻ ചെയ്തിട്ട്. അപ്പോ ഒരു സീരിയൽ വന്നപ്പോ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ 6 മാസമായിട്ടുള്ള ഒരു വരുമാനം എന്ന് പറയുന്ന ആ സീരിയൽ തന്നെയാ. കല എന്ന് പറയുന്നതിനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുപോകുന്നത് കുറച്ച് പാടാണ് അല്ലേ? നല്ല പാടാണ്. കാരണം ഇത് തന്നെ നമ്മുടെ റവന്യൂ സോഴ്സും കൂടെ ആവുമ്പോൾ എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സിനിമ വരുമ്പോൾ ഇത്ര ദിവസം നമ്മൾ മാറ്റി വെക്കണം. അപ്പം മറ്റൊരു ജോലി ശരിക്കും നമുക്ക് റെസ്പോൺസിബിൾ ആയി ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പൊ ഇത് ഭയങ്കര ഒരു ക്രൈസിസ് ആണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നല്ല ഞെരുക്കാണ്. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണില് സിനിമ നടിയാണ്. നമ്മൾ ചിലപ്പോ നാളെ എങ്ങനെ ഫുഡ് കഴിക്കാനുള്ള വകവ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴും സ്വന്തം അമ്മയ്ക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു പെയിൻ ഇതിന്റെ ഉള്ളിലുണ്ട്. കയ്യിലൊരു 100 രൂപ പോലും ഇല്ലാതെ നിൽക്കുമ്പോഴും സ്വന്തം അമ്മയ്ക്ക് മനസ്സിലാവില്ലാത്തൊരു, മറ്റുള്ളവർ പോട്ടെ, പുറത്തുള്ളവർ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം വീട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഈ ഐഡന്റിഫൈ ചെയ്യാത്തത്, ഈ രൂപം പല രീതിയിൽ മാറ്റാൻ കഴിയുന്ന, ഞാൻ പല ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും പല രീതിയിലാണ്
സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാളാണല്ലോ അയാൾ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഇയാളാണ് അയാളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ഞാൻ കാണുമ്പോഴും നോക്കുന്നുണ്ടായിരുന്നു, ഇത് പടത്തിൽ കാണും പോലെ അല്ല. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ക്യാരക്ടർ ആകുമ്പോൾ മറ്റൊരു രൂപത്തിലാവുന്നതും രൂപം മാറാൻ കഴിയുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് ഐഡന്റിറ്റിയെ ബാധിക്കുമ്പോൾ തുടർച്ച കിട്ടില്ലല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലേ തിരിച്ചറിയാതെ പോകുന്ന ആൾക്കാർ. അതിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാനതൊരു വിഷമമായിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ, ഇപ്പോൾ ഒരു 5 സിനിമ ഞാൻ ചെയ്തത് എടുത്തു വെച്ചിട്ട് നോക്കിയാലും, ഉദാഹരണത്തിന് ഇപ്പോൾ ഇറങ്ങിയ രേഖാചിത്രം പുലിമടയും കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ ഇതൊരാൾ തന്നെയാണോ എന്ന് പെട്ടെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. ആ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം അത് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടൊരു ഭയങ്കര വിഷമമായി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചറിയണമെന്നാണല്ലോ ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക്. അതുവരെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജോലി പോലെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത പടം വരുമ്പോൾ അത് പോയി ചെയ്യും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വരുമാനം അങ്ങനെയും കണ്ടുപോയി സിനിമേനെ. ഈ രേഖാചിത്രത്തിൽ ചെറിയ സീനേ ഉള്ളൂവെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിൽ ഞാൻ കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊരു സീനിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1-2 പടങ്ങളുടെ പേരും ഒക്കെ എഴുതിയിട്ട് ഒരു കുറിപ്പ് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതൊരു ഭയങ്കര സന്തോഷമുള്ളല്ലേ? അതെ, സന്തോഷമാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പടം ചെയ്തിട്ടും ഞാനിങ്ങനെ എല്ലാവരിൽ നിന്നും ഒളിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. മറ്റുള്ളവർ ആരും ഇതിപ്പോൾ ആദ്യമായിട്ട് 1-2 തവണ ഇങ്ങനെ ഒരു കുറിപ്പൊക്കെ എന്നെ പറ്റി വന്നിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, 1-2 സിനിമകൾ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരെ എത്രമാത്രം ഒരു ഇതിലേക്ക് പോകുന്നു. ഞാനെവിടെയോ ഒളിച്ചിരിക്കുകയാണ് ആളുകളിൽ നിന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും, എന്തെങ്കിലും ചെയ്യും, അഭിനയിക്കാൻ തരുമ്പോൾ അത് ചെയ്യാന്നുള്ളതല്ലാതെ ഒരു അഭിമുഖത്തിന് പോലും എനിക്ക് അത്ര ഒരു കോൺഫിഡൻ്റ് അല്ല ഞാൻ സംസാരിക്കാൻ. അത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആളുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒളിച്ചിരിക്കുന്ന പോലെ ഉള്ളൊരു ഫീൽ എനിക്ക്. അങ്ങനെ വേണ്ട, എന്തെങ്കിലും ഇനി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഈ സിനിമയുടെ എണ്ണം 100 കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ ആലോചിച്ചു. സിനിമയുടെ എണ്ണം കൂടുതൽ ഉണ്ടാവട്ടെ, അതേപോലെ തന്നെ നല്ല ക്യാരക്ടേഴ്സ്, ലീഡ് റോള് തന്നെ ചെയ്യാൻ പറ്റുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് വരട്ടെ. ഒക്കെ പെർഫോം ചെയ്ത് അമ്പിളി കുറച്ചുകൂടെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടിയാവട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. നന്ദിയുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.